തിരക്ക് പിടിച്ച ജീവിതത്തിൽ നാളെ ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കപ്പെടേണ്ട ഒന്നല്ല വ്യായാമം. അത് ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. ദിവസവും വ്യായാമം ചെയ്താൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മറ്റും നമുക്ക് രക്ഷപ്പെടാനാകൂ. ഓർക്കുക, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. ജീവിതശൈലി രോഗങ്ങൾ അകറ്റുന്നതിന് യോഗാസനത്തിലൂടെ ചില ടിപ്പുകൾ പരിചയപ്പെടുത്തുകയാണ് വെൽനസ് മന്ത്രയിലൂടെ. കാലുകൾ, മുട്ടുകൾ, കണങ്കാൽ, കൈകൾ, നെഞ്ച് എന്നീ ശരീരഭാഗങ്ങളെ ബലപ്പെടുത്തുന്ന ഒരാസനത്തെയാണ് വെൽനസ് മന്ത്ര ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ത്രികോണാസനം. ശരീരം ത്രികോണാകൃതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ആസനത്തിന് ഈ പേര് വന്നത്. സമസ്ഥിതി. ഇടത് കാല് ഇടതുവശത്തേക്ക് മാറ്റിവെക്കുക. കൈകൾ ഷോൾഡർ ലെവൽ. ഇടത് കാൽപാദം 90 ഡിഗ്രി തിരിച്ചു വയ്ക്കുക. ഇൻഹെയിൽ ചെയ്യുക. എക്സെയിൽ ചെയ്ത് ഇടത് കൈ കാൽപാദത്തോട് ചേർത്ത് വയ്ക്കുക. വലത് കൈ കൈയിലേക്ക് നോട്ടം. സാധാരണ ശ്വാസത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻഹെയിൽ ചെയ്ത് ഉയർന്നു വരിക. കാൽപാദം മുന്നിലേക്ക് ആക്കുക. ഇടത് കാല് വലത് കാലിനോട് കൂടിച്ചേർക്കുക. കൈകൾ രണ്ടും ശരീരത്തോട് കൂടിച്ചേർക്കുക. കാലകറ്റി കൈകളകറ്റി ശിഥില താടാസനത്തിൽ റിലാക്സ് ചെയ്യുക. സമസ്ഥിതി. വലത് കാല് വലതുവശത്തേക്ക് മാറ്റിവെക്കുക. കൈകൾ രണ്ടും ഷോൾഡർ ലെവൽ. വലത് കാൽപാദം 90 ഡിഗ്രി തിരിച്ചു വയ്ക്കുക. ഇൻഹെയിൽ ചെയ്യുക. എക്സെയിൽ ചെയ്ത് വലത് കൈപ്പത്തി കാൽപാദത്തോട് ചേർത്ത് വയ്ക്കുക. ഇടത് കൈയിലേക്ക് നോട്ടം. സാധാരണ ശ്വാസഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻഹെയിൽ ചെയ്ത് പതിയെ എഴുന്നേറ്റ് വരിക. കാൽപാദം മുന്നിലേക്കാക്കുക. കൈകൾ കാലും കൂട്ടിച്ചേർക്കുക. കാലകറ്റി കൈകളകറ്റി ശിഥില താടാസനത്തിൽ റിലാക്സ് ചെയ്യുക. മൈഗ്രെയിൻ, വയറിളക്കം, രക്തസമ്മർദ്ദം എന്നീ രോഗങ്ങളുള്ളവരും കഴുത്തിനും നട്ടെല്ലിനും പരുക്കുള്ളവരും ഈ ആസനം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. പുതിയൊരു ടിപ്പുമായി വെൽനസ് മന്ത്രയുടെ മറ്റൊരു ലക്കത്തിൽ കാണാം.